നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ഇന്ത്യ വിഷനിലേക്ക് ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാൻ്റെ കാർഗിൽ എന്നൊരു സിനിമ പിടിച്ച നേതാവുണ്ടല്ലോ, അതേപോലെ കാർഗിൽ സൈറ്റിൽ പോയാണ് ഷൂട്ട് ചെയ്തതൊക്കെ പറഞ്ഞു. അതിന് ശേഷം ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാൻ ഡൽഹിക്ക് പോയി. അന്ന് ഞാൻ ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ വെച്ചൊരു പട്ടാളക്കാരുടെ സംസാരിച്ച് പല കാര്യങ്ങളും സംസാരിച്ച് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, കാർഗിലേക്കൊന്നും ഒരു ഷൂട്ടിനും ആരും വന്നിട്ടില്ല, ഏതോ സ്വകാര്യ സ്ഥലത്ത് സൈറ്റ് ഉണ്ടാക്കിയാണ് ചെയ്തത്. എന്തിനാണ് മനുഷ്യന് കളവ് പറഞ്ഞത്? ഇപ്പോൾ ആദ്യം തന്നെ വേറെ സിനിമ പിടിക്കാൻ പോകുന്നതായിട്ട് എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തികളുടെ കാര്യമാണ്. അപ്പോൾ കാര്യസാധ്യത ഉണ്ടെങ്കിൽ ആൾക്കാർ നുണ പറയുന്നുള്ളൊരു തെളിവാണ് ഇപ്പോൾ ഉണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ തീവണ്ടിയിൽ ആ ഗാനം പാടിയൊരു ചർച്ചയാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. അതിൽ ശ്രീജിത്ത് പണിക്കർ വന്ന് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നു, അതിൽ തെറ്റില്ല. പക്ഷെ ആ മനുഷ്യനെ, പക്ക സംഘിയായ മനുഷ്യനെ നിങ്ങൾ വലതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള പേര് നൽകി ഇനി അഭിസംബോധന ചെയ്താൽ തീർച്ചയായിട്ടും ആ ചാനൽ ആക്രമിക്കപ്പെടും. ഏത് പാർട്ടി സ്വീകരിക്കാൻ ഇവിടെ അവകാശമുണ്ട്, ഒരു തെറ്റുമില്ല. ശ്രീജിത്ത് പണിക്കർ BJP ആകാനോ RSS ആകാനോ ഒരു തടസ്സമില്ല. പക്ഷേ RSS ആയാലും സംഘപരിവാർ ആയ ഒരാൾ നേതാവ് വന്നിട്ട് ഞാൻ വലതുപക്ഷ നിരീക്ഷകൻ, അതുപോലെ മറ്റു സഖാവാണ് ഇപ്പോൾ നമ്മുടെ ജയശങ്കർ വക്കീൽ, അവർ നിങ്ങൾ വലതുപക്ഷ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ സാമാന്യ ജനങ്ങൾക്ക് പറ്റില്ല. ഈ ജയശങ്കർ വക്കീലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയണം കോൺഗ്രസ്സുകാരോട്. ഞാൻ ടൗൺ ഹാളിൽ അവിടെ പോയി, 4 മണിക്ക് പരിപാടി, ഞാൻ 3:50 അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ബാനറുണ്ട്, അതോ മാത്യു മാത്രമേ ഉള്ളൂ. ഞാൻ വെച്ച് മാത്യു സാമുവലിലാണെന്ന് ചോദിച്ചാൽ സാമുവൽ ഇതും കണ്ട് ഞാൻ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് വീണ്ടും കണ്ട് മാത്യു സാമുവലിനാണ് അവാർഡ് കൊടുക്കുന്നത്. റോയി മാത്യുവിൻ്റെ പേരിലാണ് ഉള്ളത്. അത് ജയശങ്കർ മുഖ്യാതിഥി, സതീശൻ, അങ്ങനെയൊക്കെയാണ്. സതീശൻ ജി, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിഹാസ് ഒരിക്കൽ ജയശങ്കർ വക്കീൽ വേണ്ടി വാദിച്ചു. മറുനാടൻ പരിപാടിയിൽ ചർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പിണറായി വിരോധത്തിൻ്റെ പേരിൽ ഈ ഷിഹാസൊക്കെ ശക്തമായിട്ട് RSSകാരനായ ശൈശങ്കർ വേണ്ടി വാദിച്ചിട്ടുണ്ട്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ നിങ്ങൾ സീറ്റിൽ മത്സരിക്കുമല്ലോ, നിങ്ങൾ ജയിച്ചു വരെ നിങ്ങൾ മന്ത്രിയാവുന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, ഒരു സംശയക്കാര്യത്തില്ല. കാരണം നിങ്ങൾ നമ്മുടെ ശത്രുവല്ല, കാരണം നിങ്ങളുടെ സാധ്യത ഞങ്ങൾ വരുന്നില്ല. പക്ഷേ പണ്ട് ഡൽഹിയിൽ നിന്ന് ഇറക്കിയ ഒരു പെൺകുട്ടിയില്ല, ഒരു ആദിവാസി പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ആദ്യം നിന്ന സമയത്ത് ജയിച്ചില്ലോ, 1.5 ലക്ഷത്തിനാണ് ഭൂരിപക്ഷത്തിന്. അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് നിന്ന് വീണ്ടും പാർലമെൻറ്റിലേക്ക് നിന്ന് തൊപ്പിയിട്ട് പോയി. എന്താ കാരണം? ഈ പറഞ്ഞ നമ്മുടെ മറുനാടൻ മലയാളിക്ക് വേണ്ടി വാദിച്ച് അവരായിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തോക്ക്. അപ്പം ആ കുട്ടി പറഞ്ഞത് പിണറായി വിജയനെ എതിർ പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ പിണറായി വിജയൻ എതിർ പറയാം, പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിർ പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ആരുടെ സാന്നിധ്യം നോക്കണം. ഈ വിദേശ മലയാളി എന്ന് പറയുന്ന ആൾക്ക് പക്ക സംഘ അനുഭാവിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നാളെ മാറിക്കൊള്ളുന്നില്ല. ഞാൻ പറയാൻ കാരണം മാത്യു സാമുവൽ ഏതാനും ദിവസം മുൻപ് വരെയും ഭയങ്കര സംഖ്യ അനുകൂലിയായിരുന്നു, ഇപ്പം അതുപോലെ സംഖ്യ വിരോധിയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു ഭാഷയുണ്ട്, കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യോജിച്ചാൽ എക്കണോമിക്കലി, സോഷ്യലി, ഡെമോക്രാറ്റിക്കലി, കൾച്ചറലി ഒക്കെ മുസ്ലിം സമൂഹത്തെ തകർത്ത് തരിപ്പണായി കളയും. അങ്ങനെ പറഞ്ഞ ഒരു മാത്യു സാമുവലിൻ്റെ മനസ്സ് എത്രയൊക്കെ മാറിയാലും തിരുത്തി പറഞ്ഞാലും പറയുന്നല്ലോ എന്തെങ്കിലും ഒരു ഞാൻ വിമർശിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ദയോടുകൂടിയാണ്. ഇത് കർശനമായിട്ടാണ് പറഞ്ഞത്. തകർത്ത് കളയുന്നൊരു വെല്ലുവിളി എന്ന് പുല്ലേന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം അറിയുമോ, 200 കോടിയോളം മുസ്ലിങ്ങളുള്ള ലോകത്ത് നമ്പർ 1 ആകാൻ പോകുന്ന മുസ്ലിങ്ങളുടെ ഈ ഇതൊക്കെ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ പട്ടി കൊലിച്ചോണ്ട് ചന്ദ്രൻ ഉദിക്കാതിരിക്കുമോ? മാത്യു സാമുവൽ നിങ്ങളൊക്കെ അവസ്ഥ എന്താണെന്ന് ഇന്ത്യയിൽ, നിങ്ങളുടെ സാഹചര്യം എന്താണ് പോലും മനസ്സിലാകണ്ടോ? അതേ മാത്യു സാമുവൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ സംഘപരിവാറിന് ശക്തമായ മോഡിക്കെതിരെ അവർക്ക് കത്തേ ഉള്ളൂ ആദർശം. അപ്പോൾ തോന്നുക, അപ്പോൾ പറയും, എന്തേ ഉള്ളൂ.
ഞങ്ങൾക്കല്ല, ഞങ്ങൾ ദീർഘമായി കാണുന്ന ആദർശം, അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറുന്നില്ല. അപ്പം അതുപോലെ ജയശങ്കറിന് വേണ്ടി വാദിച്ച് അൻവറിനെതിരെ വാദിച്ച ഷിഹാസൊക്കെ കളമശ്ശേരിയിലോ കൊച്ചിയിലോ എവിടെയെങ്കിലും മത്സരിക്കാൻ വരുമ്പോഴേ ഈ സഖാക്കൾ വെറുതെ ഇരിക്കുന്നുണ്ടോ? വീടാകുന്നവരും പ്രത്യേകിച്ച് മുസ്ലിം വീട്ടിലെല്ലാം ഈ സഖാക്കൾ വണ്ട കഷ്ടത്തിൽ ജയശങ്കറിനെ അനുകൂലിച്ചും സംഘപരിവാറിനെ അനുകൂലിച്ചും പറഞ്ഞൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റൊരു ആദിവാസി പെൺകുട്ടിയെ പോലെ നിങ്ങളും ക്ഷീണിക്കില്ലേ? രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ താല്പര്യം നിങ്ങൾ അടിയൊഴുക്ക് മനസ്സിലാക്കണം, ദീർഘമായി ചിന്തിക്കണം. നിങ്ങൾ കാണുന്നത് എറണാകുളത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. അപ്പോൾ അതാണ് എല്ലാം വിചാരിക്കരുത്. ഇപ്പം എൻ്റെ ഒരു അളിയൻ്റെ ഇത് പള്ളിക്കര, പുള്ളി 4 അടിയുള്ളൂ, 5 പോലുമില്ല. അപ്പോൾ പുള്ളി വീട്ടിൽ കയറിയത് ഡോറിൻ്റെ പൊക്കം നോക്കിയപ്പോൾ പുള്ളി നിന്നിട്ട് വീണ്ടും 1 അടി കൂടുതലുണ്ട്. ധാരാളം മൈ പറഞ്ഞു. പക്ഷെ മൊത്തം നോക്കിയപ്പോൾ 5 അടി താഴെയുള്ളൂ. പിന്നെ അതെല്ലാം മാറ്റിട്ട് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ചിരട്ടയുള്ള ഉറുമ്പിന് സമുദ്രം പോലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എറണാകുളമൊക്കെയാണ് കുഴപ്പമില്ല, ക്രിസ്ത്യൻ്റെ വാചകം കുഴപ്പമില്ല. കേരളം അതല്ലടൂ. ഷിഹാസോട് സത്യം പറയാണ്, ഷിഹാസ് ഏതെങ്കിലും മുസ്ലിം പേരിൽ നിൽക്കാതെ ഒരു ക്രിസ്ത്യൻ പാർട്ടി പോയി നിന്ന് ജയിക്കാൻ പറ്റുമോ? ഒരു ഹിന്ദു ഭൂരിപക്ഷ പാർട്ടി പോയി നിങ്ങൾ ജയിക്കുമോ? KR നാരായണ വിശ്വപാലൻ പോലും ഒറ്റപ്പാലം എന്ന റിസർവേഷൻ സീറ്റിൽ നിർത്തി കോൺഗ്രസ് നിന്നിട്ട് കൂടി. ഏതായാലും KR നാരായണൻ്റെ അത്ര ഒന്നും ഷിഹാസ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അടിയൊഴുക്ക് മനസ്സിലാക്കണം. IBയുടെ മത്സരിക്കുന്ന വാർഡ് എറണാകുളം പാർലമെൻറ്റ് സീറ്റാണ്. ഇനി എറണാകുളം അസംബ്ലി സീറ്റാണെങ്കിലും അവിടെ ഈ വിഷയം അങ്ങനെ വരില്ല, വളരെ ചെറിയ വ്യത്യാസം. നിങ്ങൾ മത്സരിക്കണമെങ്കിൽ പണ്ട് അന്തോണിക്ക് നിർത്തിയല്ലോ, തിരൂരങ്ങാടി കൊണ്ട് 99% മുസ്ലിങ്ങളുടെ പാർട്ടി കൊണ്ട് മണ്ഡലത്തിൽ കൊണ്ട് നിർത്തി ജയിപ്പിച്ചെടുത്തില്ലോ ഷിഹാസെ. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഹിന്ദു ഭൂരിപക്ഷ സ്ഥലത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലത്ത് നിന്ന് ജയിപ്പിക്കാവോ? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. തിരൂരങ്ങാടിക്കൊണ്ട് ഈ കത്തോലിക്കനായ അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന് അഭിനയിക്കാതെ ഒറിജിനലൊന്നുമില്ല, അഭിനയിക്കുന്ന അന്തോണിയെ കൊണ്ട് നിർത്തിയിട്ട് ബഹുഭൂരിപക്ഷത്തോടി ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട് ആ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ഒട്ടമാറും. അതുപോലെ ഒരു ഏതെങ്കിലും സീറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് ഷിഹാസെ നിങ്ങൾ ജയിപ്പിച്ചെടുക്കാവോ? ഞാൻ പൊന്മോരിട്ട് തരാം. നടക്കൂല. അവർ തിരിച്ച് അറിയില്ല, പറ്റില്ല, നിൽക്കാൻ പറ്റുള്ളൂ. നിൽക്കുന്ന അനുവദിച്ച് കിട്ടിയാലേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഷിഹാസൊക്കെ കുറച്ചുകൂടെ അടിയൊഴുക്ക് മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞ ഒരാൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അത് വെണ്ടക്ക അക്ഷരത്തിലറിയാം. മാത്യു സാമുവലിനെയും നമ്മുടെ മറുനാടൻ മലയാളിയൊക്കെ അറിയാം ആരാണെന്ന് അവരുടെ ഉദ്ദേശത്തിനൊക്കെ അറിയാം. ഈ സതീഷും അറിയാം, ഷിഹാസും അറിയാം, IBയുടെ അറിയാം, എല്ലാ ക്ലാണ്ടർമാർക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ പോയി അന്തസ്സായിട്ട് ടൗൺ ഹാളിൽ പരിപാടിക്ക് പോകുന്നതിൻ്റെ അറിവ് പോയതറിയില്ല, എന്നാലും 3:15 പോകുന്നു. നിങ്ങൾ അടിയൊഴുക്ക് മനസ്സിലാക്കണം. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് മാത്രമല്ല 2020 കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ടൗൺ ഹാളിൽ പരിപാടി 2020 വേണ്ടിയും ക്രിസ്ത്യക്ക് വേണ്ടിയും വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അതിന് വഴി വെച്ച് കൊടുത്തു, തല വെച്ച് കൊടുത്തു. സതീശൻ പോയിട്ടുണ്ടെങ്കിൽ, സതീശൻ പോയില്ലേ നമുക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടില്ല, ഞാൻ 3:15 പോകുന്ന പറഞ്ഞില്ലേ. പോയിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് ഏൽപ്പിച്ച ക്ഷതം വളരെ വലുതാണ്, പ്രത്യേകിച്ച് ഓൾ കേരള ബേസിൽ. എല്ലാം ജനങ്ങൾ കണ്ടുപിടിക്കാണ്. ഈ ജനങ്ങൾ എന്ന് പറയുന്നതിൽ പെടൂല മുസ്ലിങ്ങളും. കേരളത്തിലെ ബുദ്ധിജീവികളാണ് കേരള ജനങ്ങൾ. പാവപ്പെട്ടവരും സാധാരണക്കാരൊക്കെ ഉണ്ടെങ്കിലും നല്ല ശതമാനം നല്ല ബുദ്ധിജീവികൾ അടിയൊഴുക്ക് മനസ്സിലാക്കുന്ന, വരികൾക്കിടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഞങ്ങളിപ്പോലെ തോന്നി പറ്റോ? ഞാനല്ല, ഞങ്ങളിപ്പോലെ. അങ്ങനെ ഉള്ളപ്പോൾ സതീശൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ സതീശൻ ഒരു മണ്ടൻ, അല്ലെങ്കിൽ ഇന്നലെ നാളെ വഴിവെച്ചിട്ട് ശശി തരൂരിനോടൊപ്പം BJPക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ ശശി തരൂർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാരമ്പര്യവാദം ശരിയല്ല, കുടുംബാധിപത്യം ശരിയല്ല, ഒക്കെ നമ്മൾ സമ്മതിക്കണം. പക്ഷേ ശശി തരൂരിൻ്റെ ഇന്നത്തെ ഒറ്റ പ്രസ്താവന, ഞാൻ പറയല്ലോ നെഹ്റുവിൻ്റെ ഗുണമറിയാൻ ഒറ്റ കാര്യം മതി തോന്നില്ല, ഒറ്റ പ്രസ്താവന മതി. എന്താണ് പ്രസ്താവന? ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ തോറ്റുപോയി, അതിനെക്കുറിച്ച് നെഹ്റുവിനെ കുറ്റപ്പെടുത്തരുത്, പിന്നെ അടിയന്തരാവസ്ഥ പറഞ്ഞ പേരിൽ ഇന്ദിരാഗാന്ധി കുറ്റപ്പെടുത്തരുത്. അതുപോലെ രഥയാത്ര നടത്തി 10,000 മനുഷ്യരെ, ജാതി ചെയ്തു പോട്ടെ, മനുഷ്യരെ കൊന്ന അദ്വാനിയെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു തീസീസ് പറഞ്ഞു. എൻ്റെ പൊന്ന് ശശി തരൂർജി,
നിങ്ങളൊന്നും ബുദ്ധിമാനുമല്ല, കഴിവുള്ളവനുമില്ല. നിങ്ങൾക്കെല്ലാം സ്വാർത്ഥ താല്പര്യം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? BJP-യിലേക്ക് പോയിക്കൂടെ? കമ്മ്യൂണിസ്റ്റിലേക്ക് പോകാൻ അവർ എനിക്കറിയില്ല, പോയി. ഇനി എന്തിനാണ് പിന്നെ പാലാട്ടി ഇവിടെ നിൽക്കുന്നത് ഇത്രയും മോശമായിട്ട്? ഞാൻ കോൺഗ്രസ് വിമർശിക്കും. ഞങ്ങളുടെ ഗ്രൂപ്പ് അതിലൊക്കെ അവർ നന്നാകാൻ വേണ്ടിയാണ്. പക്ഷെ നിങ്ങളുടെ വിമർശനം നന്നാക്കാനല്ല, തകർക്കാൻ വേണ്ടിയാണ്. അത് വേണ്ട പോലെ ശശി തരൂരെ ബുദ്ധിയും പ്രതാപവും പടമൊക്കെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന അണ്ടർ സെക്രട്ടറി, ആ വലിയ പോസ്റ്റില്ലേ, അതേ വലിയ പോസ്റ്റിൽ ഇരുന്ന ഒരാളാണ് പറഞ്ഞത് ഈ ഹമാസിൻ്റെ വിഷയം അത് വർഗീയമല്ല, ജാതീയമല്ല, അത് സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്, അല്ല തീവ്രവാദികളല്ലെന്ന് പറഞ്ഞു. അതേ നിങ്ങൾ അവർ തീവ്രവാദിയായിട്ട് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ശശിയെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്? കുറേ കാലം മുമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചിലേക്ക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങളതെല്ലാം പിൻവലിച്ചുകൊണ്ട് ശശി തരൂരിന് ഇനി എത്രയും പെട്ടെന്ന് ഒന്നുകിൽ BJP-ക്ക് പോകാം, അല്ലെങ്കിൽ കോൺഗ്രസ് രാജിവെച്ച വേറെ പോകാതിരിക്കട്ടെ. ഇനി കോൺഗ്രസിൽ നിന്നുള്ള കളി കളിച്ച് പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ, അതാ ചെയ്യും. അപ്പോൾ ശശി തരൂർ അല്ലെങ്കിൽ സതീശൻ ഇന്നത്തെ യോഗത്തിൽ പോയെങ്കിൽ ഇത്രയും തീവ്രമായ അതുപോലെ പണ്ട് ഞാൻ IB-യുടെ വെള്ളപ്പള്ളി ഇത്രയും പരസ്യമായിട്ട് 40% വരുന്ന മുസ്ലിം സമുദായത്തെയും ലീഗിനെ കുറ്റം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചിട്ട് അതിൽ പോയി IB-യുടെ അനുവാദത്തിൽ IB-യോട് പിന്നെ ആരാണുണ്ട്? കെ ബാബു ഉണ്ട്. രണ്ടും കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളാണ്. കാരണം തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന ബാബുവിന് ഒരു വിഷയമല്ല മുസ്ലിം വോട്ട്. എറണാകുളത്ത് മത്സരിക്കുന്ന ബാലുവിൻ്റെക്കലും അസംബ്ലിക്കലും ബാബുവിനും IB-ക്കും മുസ്ലിം വോട്ട് പ്രശ്നമല്ല. പക്ഷേ മുസ്ലിം വോട്ട് കൊണ്ട് ജയിക്കേണ്ട 100-ൽ പല സീറ്റുകളുണ്ട് കേരളത്തിൽ. കഷായത്ത് മേൻപിടി പോലെ അവരെ വോട്ട് കൊണ്ട് കിട്ടിയാൽ ജയിക്കുള്ളൂ. 100-ൽ പല സീറ്റുകളുണ്ടോ ഇന്ത്യ കേരളത്തിൽ? ഷിഹാസെ, സതീഷ, കുതീഷ, കുറേ സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചതിക്കുമ്പോഴും പറ്റിക്കുമ്പോഴേ വളരെ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, 3 മേയർമാർ തീരുമാനിച്ചു. എന്താണ്? ഒന്ന് ട്രിവാൻഡ്രം, ഒന്ന് കൊച്ചി, ഒന്ന് കാലിക്കട്ട്. ആ കാലിലൊരു മുസ്ലിം നെയിമായിരുന്നു, ഇപ്പം മാറിയല്ലോ. വിനു എന്തോ സംവിധായകൻ വിനയൻ്റെ മകനോ ഒറ്റ വിനു എന്ന് പറഞ്ഞ ആളെ ഒക്കെ ഉള്ള. എവിടെ ആ മുസ്ലിം നെയിം എവിടെ പോയി? എവിടെ പോയിടും സതീശ? എവിടെ പോയിടും? അല്ലെങ്കിൽ സതീശ പ്രതിപക്ഷ നേതാവല്ലേ, ഇന്ത്യ കേരളത്തിൽ മൊത്തമാളാണല്ലോ. എറണാകുളത്ത് നോക്കൂ, നടക്കൂല. ഒക്കെ ഒരു മുസ്ലിം മേയറാന്ന് ചിന്തിക്കാൻ പറ്റും. ആയിട്ടുണ്ട് ഇവിടെ ഹംസക്കുഞ്ഞൊക്കെ ആയിട്ടുണ്ട്, കൊച്ചുനിവാസായിട്ടുണ്ട്. അത് അവരൊക്കെ കോൺഗ്രസ്, ഹംസക്കുഞ്ഞ് ലീഗാണെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലാണ്. കൊച്ചുനിവാസ് പക്ക കോൺഗ്രസ്സാണ്. അതിനുശേഷം നിങ്ങൾ ഡെപ്യൂട്ടി കോൺഗ്രസ്സിൽ ഡെപ്യൂട്ടി മേയറെ പോലും ആക്കാൻ പറ്റുമോ? കോൺഗ്രസ് ആക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഡെപ്യൂട്ടി മേയറില്ല. ഇത്തവണ LDF-ൽ CPI-യുടെ ഒരു പെൺകുട്ടി. അപ്പോൾ ആ പെൺകുട്ടി വെറും നാമധാരിയല്ല, അവർക്കൊന്നും പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല, ഇവർക്ക് എങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് അവരെ പൊക്കി നടക്കും. കഴിവുള്ളവർ വഹിക്കില്ലല്ലോ. എന്നാലും വെച്ച് കൊച്ചിക്കാരി പാവം പെൺകുട്ടി CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു കൊച്ചു പെണ്ണി. അപ്പം നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ സമുദായത്തെ കഴുക്കൽ കൂടാതെ ഇപ്പം നിങ്ങൾ ധാരാളം കോൺഗ്രസ്സിൽ ഉന്നത കുല ജാതനും CPM-ൽ ഉന്നത കുല ജാതനും കളിച്ച് ആസാമിൽ കളിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ മണ്ടന്മാരെ. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് 2 സ്ഥലത്തും ചാൻസ് ഇല്ലാത്ത രീതിയിലാക്കിക്കൊണ്ടിരിക്കുക. സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് പോകാൻ വഴിയില്ല. പണ്ട് പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ അന്നുപോലെ ഞാൻ വേലി കെട്ടാൻ പോകും, ഞാൻ ഊണ് കഴിക്കാൻ പോകും, ചേട്ടൻ വേലി കെട്ടാൻ പോകും. അല്ലെങ്കിൽ ചേട്ടൻ വേലി കെട്ടാൻ പോകും, ഞാൻ ഊണിക്കുക. രണ്ടും ഊണിക്ക് ഞാൻ. അതുപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് 2 ചാൻസ് ഉണ്ട്. ഒന്ന് LDF, UDF. BJP പറ്റില്ല. ഈ രണ്ടിനും അവർ തൊടിയിക്കുന്നില്ല. ആ സംവിധാനം കാണിക്കുന്നത് വലിയൊരു കളിയുണ്ട്. മാത്യു സാമുവലിന് സ്വീകരണം കൊടുക്കുന്നു. മാത്യു സാമുവലിലെ 60% വരുന്ന ക്രിസ്ത്യൻ ഹിന്ദു സഖ്യതൊക്കെ പറഞ്ഞതും വെറുതെയല്ല. അവിടെയാണ് കാസയുടെയും ഇസ്രായേലിൻ്റെ ഒക്കെ കരുക്കൾ നിൽക്കുന്നത്, ബുദ്ധിയോട് കളിക്കുന്നത്. ഇത് കേരളത്തിൽ മുസ്ലിം സമുദായത്തെ മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ദിവാസ്വപ്നത്തിലാണ്. ഇപ്പം സ്ഥാനാർത്ഥി നിർണ്ണയം അറിയാം. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒറ്റ ചാൻസ് ഉള്ളൂ. നോ ചോയ്സ്, ചാൻസ് ഒന്നുള്ളൂ. എന്താണ്? ഒന്നുകിൽ LDF പിന്തുണക്കാം, അല്ലെങ്കിൽ UDF പിന്തുണക്കാം. 2 ചെയ്താലും അവർ ഔദാര്യം പറ്റുന്നോളും. 2ാം കൂടെ പോരാനായിട്ട് വില വേശാൻ പറ്റില്ല. വില വേശാൻ വെച്ചാൽ നിങ്ങൾ പോയി പണിയൊക്കെ പറയും. വേറെ സംവിധാനം ഉണ്ടോ? സംവിധാനം ഉണ്ടാകുമായിരുന്നു. അതാണ് മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ്, ബുദ്ധിജീവികൾ ഉള്ള ഗ്രൂപ്പ് പറയുന്നത്.
മുസ്ലിം ലീഗിന്റെ പേര് മാറ്റി ദേശീയതയിൽ കുഞ്ഞാക്കായും ഈ കഴിവേറെ മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ അവർക്ക് തലയോത്തിയതുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് മത്സരിച്ച് ദേശീയതയിൽ വരായിരുന്നു. പോയി എവിടെയെങ്കിലും പോയി പണി നോക്കി പറയില്ല. ഇതിപ്പോ പറയല്ലേടോ, ലീഗിയുടെ എന്താ പറയുക, നിങ്ങൾ വേണി പോയിക്കോ, അല്ലെങ്കിൽ വേണി നിൽക്കുക, അല്ലെങ്കിൽ പോയിക്കോന്നെ. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസും സഖ്യമായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയിട്ട് കോൺഗ്രസ്. അവിടെയും ലീഗിനെ ഒതുക്കാൻ നോക്കാണ്. മറ്റു ജില്ലകളിൽ അതാണല്ലോ. ഇതൊന്നും ഈ കോൺഗ്രസ് ലീഗുകാർക്ക് മനസ്സിലായിട്ടോ. അത് ഞാൻ കള്ളന്മാരും കൊള്ളാത്തത് പറഞ്ഞു. ബുദ്ധി ഉണ്ടെങ്കിൽ ആ മുഖ്യധാരയിൽ വന്നെങ്കിൽ 40% കേരളത്തിൽ മുസ്ലിങ്ങളിലെ അവരൊരു പാർട്ടി അവരുടെ നേതാവായതെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനമല്ലല്ലോ, മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾക്ക് കിട്ടുമായിരുന്നല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നതിനാണ് ഉപമുഖ്യമന്ത്രി, അത് കിട്ടൂല. മുസ്ലിം ലീഗ് ഉള്ള ഒരു ഭരണത്തെ കേരളത്തിൽ ആക്കാതിരിക്കാൻ വേണ്ടി സർവ്വസന്നാഹമായിട്ട് പോകുന്നത്. അതിൽ കോൺഗ്രസിന് ഒരു വിഭാഗമുണ്ട്, കമ്മ്യൂണിസ്റ്റ് മൊത്തത്തിലുണ്ട്, BJP 100% കുഞ്ഞാക്കും ലീഗിനും നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും പകൽ സ്വപ്നമാണ്. ഇപ്പോഴും രാഹുലിന്റെ പ്രിയങ്ക ഗാന്ധിയുടെ കാല് തിരുമ്മടക്കാണ്. അവർ നിങ്ങളെ സഹായിക്കില്ല, നിങ്ങളുടെ പേര് ഉച്ചരിക്കില്ല, നിങ്ങളുടെ കൊടി കാണിക്കില്ല, നിങ്ങളുടെ പേരും അറിയില്ല. അവിടെ ഉദ്ഘാടനം ഡൽഹിയിൽ ഉദ്ഘാടനം നടത്തിയല്ലോ, എന്നിട്ട് വന്നോടോ പ്രിയങ്ക. രാഹുൽ പിന്നെ വിദേശം എന്തോ ടൂർ പോയേക്കാന്നോണ്. പ്രിയങ്ക വന്നാൽ ചിത്രം മാറും. വന്നാൽ മടക്ക ഇന്ത്യയിൽ സവർണരുണ്ടല്ലോ, അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. കൊച്ചു പാകിസ്ഥാൻകാർ സപ്പോർട്ട് ചെയ്യുന്നതാവും. അത് അവർക്ക് അക്കാര്യത്തിൽ അവർക്കറിയാം. ഇപ്പോഴും മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ പറയുകയാണ്, ഈ മണ്ടന്മാരെ നിങ്ങളോട് ഞാൻ പറയുന്നല്ലോ, ഒന്നിലും നിങ്ങൾ എന്നെ തല്ലിക്കൊല്ല്, അല്ലെങ്കിൽ നിങ്ങൾ ഈ തീരുമാനം എടുക്കുക, പേര് മാറ്റി ദേശീയതയിൽ വരൂ. നിങ്ങൾ തല്ലിക്കൊന്ന ഞാൻ പിന്നെ ഒന്നും പറയില്ല, പിന്നെ തല്ലിക്കോ പറയില്ലല്ലോ. എനിക്കതിൽ പേടിയൊന്നുമില്ല, കാരണം സത്യം പറഞ്ഞ് മരിക്കല് എനിക്ക് പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളെ പേര് മാറ്റി ജാതി പേര് മാറ്റി ദേശീയതയിൽ വരൂ. അതിന് പേര് വരെയും പറഞ്ഞോളൂ. ഇത്തവണയും കൂടി UDF ഭരണം കിട്ടാൻ, ലീഗിലെ ഭരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ LDF ആവശ്യം വരും. പിന്നെ നിങ്ങൾ ആവശ്യം വരില്ല. അങ്ങനെ കണ്ട് ആസാമിലൂടെ 40% മുസ്ലിങ്ങൾ ആസാമിലെ പോലെ ഒതുക്കാനുള്ള എല്ലാ സന്നാഹവും നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ദീർഘവീക്ഷയില്ലാത്ത ഈ സമുദായത്തിൽ സാധാരണക്കാരോട് പറയും, മനസ്സിലാക്കണം. ആരും പറയില്ല, പേടിച്ചിട്ട് പറയില്ല, അല്ലെങ്കിൽ സ്ഥാനം പോകുന്നു പേടിച്ച് പോലെ. അവർക്കെല്ലാം സ്ഥാനമാണ് ലക്ഷ്യം, അവർക്കെല്ലാം സ്ഥാനമാണ് ലക്ഷ്യം. നിങ്ങളിപ്പോൾ നമ്മുടെ ഒരു കാര്യം സംഘപരിവാറിൻ്റെ വല്ലതും കുറ്റം പറയുന്നുണ്ട്. അവരുടെ ആ ചിന്ത നോക്കി. ഇപ്പോൾ വന്ദേ ഭാരതത്തിൽ ഗാനം പാടി, ആ ഗാനം പാടി അതുപോലെ ഗാനങ്ങൾ പാടി പ്രതിഷേധം ഇല്ലെങ്കിൽ തന്നെ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് തന്നെ പോകും. പ്രതിഷേധം ഉണ്ടെങ്കിലോ അതവർക്ക് പ്രചരണമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഓൾ വേൾഡ് ബേസിൽ ന്യൂസ് പോയത്, ഇത്ര പ്രചാരണം കിട്ടിയത്. ഇത് നിങ്ങൾ ഇല്ലാതെ വെച്ചല്ലോ. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴേ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ മുട്ടി. ഇത് പരാതി വന്നു. 16 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയിൽ വെച്ച്. അപ്പോൾ പെൺകുട്ടി വിളിച്ച് ഇത് 16 പേരും ചോദിച്ച്, മോളെ ഇങ്ങനെയാണ് മുട്ടിയെന്ന് ചോദിച്ചു. മുട്ടി കാണിച്ചുകൊണ്ടേ. അപ്പോൾ ഒരു മുട്ടി വരെ 16 പേര് ആ പെൺകുട്ടി മുട്ടി. അതുപോലെ അവരെ സംബന്ധിച്ച് അത് പരസ്യമാണെന്ന്, അത് ഒരു പ്രചരണമാണ്. രണ്ട് കാര്യം, ആന ചത്താലും പന്തിരായിരം, ജീവിച്ചാലും പന്തിരായെന്ന് പറയുമ്പോഴാണ്. BJP സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് അത് എതിർ വന്നാലും അവർക്കത് പ്രചരണം കിട്ടും. എതിരില്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓരോന്ന് മാറ്റി വരാം. ഇത് വല്ലതും മനസ്സിലാകേണ്ട ലീഗിൻ്റെ നേതാക്കളെ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതിലവസ്ഥ ബുദ്ധിപൂർവ്വം കളിക്കണം. അല്ല നിങ്ങൾ പഴയ തന്ത്രം പറ്റും എനിക്കല്ല. പണ്ട് ജ്യൂസ്ട്രീയിൽ തലയെ കെട്ടി കിടന്ന കുറേ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവർക്ക് 10 രൂപ 5 രൂപ വിലയുടെ സാധനം 10 കൊടുത്തോ അവരെല്ലാം പോയി. ഇപ്പോൾ അവിടെ 10,000 രൂപയായി. അതിൽ 10 കിട്ടിയ സന്തോഷമായി. അവരെല്ലാം അവിടുന്ന് പോയി വേറെ ഉള്ളിലേക്ക് വലിച്ചു. ഇപ്പോൾ ജ്യൂസ് സ്ട്രീറ്റ് മുഴുവൻ കുന്നുംകുളത്തുകാരുടെ കയ്യിലായി. അപ്പോൾ നിങ്ങൾ ഈ നക്കാപ്പിച്ച് കിട്ടി അത് പോകണം. അത് പോരാ. ഇനി നിങ്ങളുടെ കളി മാറി, ലൈൻ മാറി. മുസ്ലിം സമുദായം മുസ്ലിം ലീഗും, കാരണം മുസ്ലിം ലീഗാണല്ലോ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് വലിയ എന്ന് പറയുന്നത്. മൊത്തത്തിലും ചെറുതായിട്ടും സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ നിങ്ങളാണല്ലോ. അത് നിങ്ങൾക്ക് കണക്കൂടി തെറ്റിപ്പറ്റുന്നു. അറബിക് സർവകലാശാല എവിടെ പോയി? മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം പോയി. നിങ്ങൾ പറഞ്ഞല്ലോ 50 എടുക്കാൻ സതീഷ് എടുത്തോ. നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ എടുക്കാൻ പറഞ്ഞിട്ട് അതും സതീശൻ മാറ്റിയെന്നോ ഇപ്പോൾ എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. വെൽഫെയർ പാർട്ടിയായിട്ട് സെക്യൂരിറ്റി ആക്കാതൊക്കെ പറഞ്ഞായിട്ട് 10 നടത്തിയായിട്ട് ഇന്ന് രാവിലെ നടത്തിയായിട്ട് കണ്ട് സതീശൻ കണ്ട്.
അവർക്കൊക്കെ കഴിയുമെങ്കിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊള്ളാമെന്ന് ചിന്തിക്കുന്നുണ്ട്. കോൺഗ്രസിന് ബാധ തന്നെയാണ്. വയനാട് വന്ന് ജയിക്കാൻ ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക സാധിക്കുമെന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ കൊണ്ട് കോൺഗ്രസ് ഇല്ല. ഇവൻ കേരളത്തിൽ പോലും, കേരളത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് സഖ്യം മാറാണെങ്കിൽ കോൺഗ്രസ് അങ്ങോട്ട് പച്ചപിടിക്കും. പക്ഷെ അപ്പോൾ അട്ടർലി ഫെയിലിയർ ആവും. കോൺഗ്രസ് ശക്തമാണെങ്കിൽ കുഴപ്പം, ഇത് ശക്തമല്ലാത്തതുകൊണ്ട് ലീഗിൻ്റെ കെയർ ഓഫിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ ലീഗിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോമാക്സിൻ്റെ കത്തിച്ച മുറിയിൽ മെഴുതി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോമാക്സ് മാറ്റിയ പിന്നെ മെഴുതി വിളിച്ചാലും അറിയുമോ? അപ്പോൾ അതുപോലെയാണ് ലീഗിനെ ഇപ്പോഴത്തെ കണ്ടീഷൻ മാറ്റി, അത് അതിനേക്കാൾ അപകടം, ലീഗ് കൂടുതൽ അപകടമാണ്. അപ്പോൾ പിന്നെ ലീഗിനെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് കോൺഗ്രസ്, അഖിലേന്ത്യാ കോൺഗ്രസും കേരളത്തിൽ കോൺഗ്രസും ഒരു വിഭാഗം മനസ്സിലാക്കി. എന്നിട്ടും നിങ്ങൾക്ക് പേര് മാറ്റാൻ ദേശീയതായി പറയണം, മുഖത്ത് നിവർന്ന് ചോദിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല. അവിടെയാണ് വിഷയം. നിങ്ങൾക്കത് പറ്റുന്നില്ല. നിങ്ങൾക്ക് ആ സെക്കൻഡ് പൗരാണ് നിൽക്കാനേ പറ്റുള്ളൂ. അതെന്താണത്? അപ്പോൾ നമ്മൾ ഈ തീവണ്ടിയിൽ പാടിച്ചിപ്പോൾ ആ ഗാനത്തെക്കുറിച്ച് പറയുമ്പോഴേ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ പുണ്യഭൂമി എന്നൊരു വാക്കുണ്ട്. പലർക്കും അത് മനസ്സിലായില്ല തോന്നുന്നു. നേരിട്ട് നോക്കുമ്പോൾ എന്താണ് ഒരു ദേശഭക്തികാരം തെറ്റെന്താല് ഈ പുണ്യഭൂമി എന്ന് പറയുമ്പോൾ അപ്പോൾ ചില മക്ക പുണ്യഭൂമി, മദീന പുണ്യഭൂമി, അല്ലെങ്കിൽ യെരുശലേം അല്ലാത്ത ഇതുണ്ടല്ലോ പലസ്തീൻ, അതൊക്കെ പുണ്യം, അതൊക്കെ ചില മേഖലകളാണ്. സംഘപരിവാറും മനസ്സിലാക്കണം, മുസ്ലിങ്ങളും മനസ്സിലാക്കണം, മറ്റേ അമുസ്ലിം മനസ്സിലാക്കണം. ഇപ്പോൾ കാശി ഒരു പുണ്യഭൂമിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കും, ഒരു കുഴപ്പമില്ല. അത് ഇന്ത്യ പുണ്യഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഒരു രാജ്യം മുഴുവൻ പുണ്യഭൂമിയാകുന്നു? അതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് മാതാവിനെ വന്ദിക്കാന്ന് പറഞ്ഞ പോലെ, അതാണ് ഇതിൽ ഒരു ചെറിയ അഭിപ്രായം വരുന്നത്. അല്ലാതെ സംഘപരിവാറുമായിട്ട് ഒരു ദേശഭക്തി ഗാനം പറയും, അതുകൊണ്ട് എന്താ കുഴപ്പം? നേരിട്ട് നോക്കിയാൽ എതിർക്കേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷേ ആ പുണ്യഭൂമി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ പുണ്യഭൂമിയാക്കി അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ചിലരുടെ വിലയിരുത്തലാണോ? ഞാൻ എൻ്റെ കാര്യമില്ല, അവരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. അത് അപ്പോൾ മക്ക പുണ്യഭൂമി, അത് മക്ക ഒരു പ്രദേശം മാത്രം. സൗദി അറേബ്യ 99% മുസ്ലിം രാജ്യമാണ്, മുസ്ലിം രാഷ്ട്രമാണ്. എന്നിട്ട് പോലും പുണ്യഭൂമി മക്ക മദീനേ ഉള്ളൂ. അല്ല ബാക്കി സൗദി റിയാദ് ഒന്നും പുണ്യഭൂമി ആരും പറയാനില്ല, അല്ലെങ്കിൽ സൗദി അറേബ്യ പുണ്യഭൂമി എന്ന് പറയുന്നില്ല. ഇവിടെ 1008 ജാതികളുണ്ട്. ഇവിടെ ഒരു ജാതിക്കും കുത്തകയില്ല. ഇന്ത്യയിൽ ഒരു ജാതിക്കും കുത്തകയില്ല. ആകെ കൂടുതൽ പേരുള്ള ദളിതുകളും മുസ്ലിങ്ങളാണ്. ഒരു 20% വീതമുള്ളൂ. ബാക്കിയെല്ലാം 2, 3, 1% 8% ഉള്ളൂ. എങ്കിൽ പോലും ഒരു ജാതിക്കും കുത്തകയില്ല. എന്നെങ്കിൽ പോലും മൊത്തത്തിൽ ഒരു പുണ്യഭൂമി പറയാൻ പറ്റില്ല. അവിടെയൊക്കെയാണ് സങ്കടപ്പൊരുൾ. നമ്മൾ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു. ഞാൻ കോഴിക്കോട് ഇത് പറഞ്ഞു, എവിടെ ഇപ്പോൾ ശ്രീലേഖ IPSന് വേടൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ വേടൻ്റെ കാര്യത്തിൽ മോദി എന്നൊരു വാക്കൊന്നും വേടൻ്റെ പദ്ധതി ഇല്ല എന്നാണെന്ന് എല്ലാവരും പറഞ്ഞു. അത് ശ്രീലേഖയാണ് അത് ചേർത്ത്, മോദിയെ ആണെന്ന് ചേർത്ത് കൃത്യമായിട്ട് ചേർത്തു എന്നൊക്കെ ഒരു പരാതിയുണ്ട്. ശരിയായിട്ട് എനിക്കറിയില്ല. അപ്പം നമ്മുടെ എല്ലാം മനസ്സിലിരിപ്പ് എത്ര മോശമായിട്ടുള്ള രീതിയാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കും വല്ല വകയുണ്ടോ? മനുഷ്യരിലും സാഹോദര്യത്തിന് മതം, ഒറ്റ മതം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ മുതിർന്ന മുന്നോക്ക ജാതിക്ക് അത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അതല്ലേ സംസ്കൃതം പറയലും വിലയിലും പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്താ സ്ഥാനം എന്ന് പറഞ്ഞ് നീ പുലയൻ തന്നെ, ആ സ്ഥാനം പുലയൻ നല്ല സ്ഥാനം മതി, അത് മതി, ഇന്ന് ഡോക്ടറേറ്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അത് കൊടുത്തില്ല. അതൊക്കെ പറഞ്ഞ് ഇന്നത് ചാനൽ ചർച്ചയിൽ പലരും പറഞ്ഞത്. ഒരു പുണ്യ യുവതി ആയിരായിരിക്കുമല്ലോ, അല്ലല്ലോ, ട്രിവാണ്ടത്തല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇവരൊക്കെയാണോ ലോകത്ത് ഏറ്റവും വലിയ പരിഷ്കാരികൾ, ഇതിൽ മതേതരവാദികൾ, ഏറ്റവും വലിയ മനുഷ്യസ്നേഹികളും? മനുഷ്യനായി കാണാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളവരൊക്കെ മനുഷ്യസ്നേഹിയായിട്ട് കാണുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം വന്ന ഗുരുദേവൻ, ആ ഗുരുദേവൻ്റെ പ്രസ്ഥാനത്തെ 40 വർഷമായിട്ട് അംഗീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെയൊക്കെ മനസ്സിലിരിപ്പും സ്വഭാവവും എത്ര വൾഗറാണ്, എത്ര മോശമാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, അത് മനഃശാസ്ത്രമാണ്, ഫിലോസഫിയാണ്. ലോകത്ത് ഒരു വസ്തു 100% ശരിയില്ല, ഒരു വസ്തു 100% തെറ്റില്ല. മറിച്ചൊന്നിൽ പറഞ്ഞാൽ 100% തെറ്റായ ഒരു വസ്തു ലോകത്തില്ല. അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളി സഖാവെ,
നിങ്ങൾ മുസ്ലിങ്ങളെ അടിച്ച് PC ജോർജ് സഖാവെ, നിങ്ങൾ മുസ്ലിങ്ങൾ ലോക മുസ്ലിങ്ങളെ കുഴപ്പക്കാരാണ് എന്ന് പറയുമ്പോൾ എന്ത് ലോജിക്കാണോ അതിനുള്ളത്? PC ജോർജിനോടും വെള്ളാപ്പള്ളിയും ചോദിക്കുകയാണ്. നിങ്ങൾ മലപ്പുറത്തെ മുസ്ലിങ്ങൾ പറഞ്ഞു, അതിനുമുമ്പ് മുസ്ലിങ്ങൾ പറഞ്ഞ്, PC ജോർജ് ലോക മുസ്ലിങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ പറഞ്ഞ്. അതൊന്നും ശരിയാണോ ജോർജ് ചേട്ടാ, വെള്ളാപ്പള്ളി ചേട്ടാ? നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ മോശം പറയുന്നത്? അപ്പോൾ ഇത്ര സാഹോദര്യത്തിൻ്റെ മതമാണ് ഇസ്ലാമെന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇന്ത്യയിൽ പോലും, ഇപ്പോൾ കേരളത്തിൽ പോലും ഈ സമുദായത്തെ ഒതുക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഏതാണ്ട് ഒരു കൈ പോലെ നിൽക്കുന്നത്, അത് സൂക്ഷിക്കുന്ന അപകടമാണത്. കാരണം രാജാവ് വെറുത്താൽ കിടക്കാം, പക്ഷെ നാട്ടുകാർ വെറുതെ കിടക്കാൻ പാടുള്ള തത്വമുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ട് ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് സമാധാനം? അത് വലിയ ലോജിക്കുണ്ട്, സമുദായത്തെ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. ഒരു മാത്യു സാമുവലിനെ ഒരു വെള്ളപ്പള്ളി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെയൊക്കെ പുറകിലുള്ള കളി അതിനിഗൂഢവും അതിനീചവും അതിനിഷ്ടവും അതിനിഷ്ഠൂരവും നിഷ്കരുണവുമാണത്. വളരെ ബുദ്ധിയിൽ ചിന്തിക്കണം. നാം ജനിച്ച രാജ്യം, നമുക്കിവിടെ മരിക്കൾ ജീവിച്ചേ തീരൂ. വേറൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, പോയില്ല. കാരണം ഭൗതികതയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമുദായമാണ് മുസ്ലിമെങ്കിൽ, ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാഗൽഭ്യം കൊടുക്കുന്ന സമുദായമാണെങ്കിൽ അവർ തോൽപ്പിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. നെവർ. അവർ ഭയപ്പെടാനൊന്നുമില്ല. മുസ്ലിം സമുദായത്തിൽ പറയുന്നത് നിങ്ങൾ ഭയപ്പെട്ട കാര്യമൊന്നുമില്ല, ഭയപ്പെടാൻ സാധിക്കില്ല. നിങ്ങളെന്ന് കൊന്ന്, ഇപ്പോൾ മാത്യു സാമുവൽ പറയുമ്പോൾ ഈ 60% ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും നോക്കിയിട്ട് 40 മുസ്ലിങ്ങളെ മുന്നിൽ കൊല്ലാൻ നശിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല. ഒരു 100 ആട് 200 ആളെ കൊല്ലാം, അത് ഇപ്പോൾ ആരും എവിടെ ഇട്ട് നശിപ്പിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളിൽ നിന്നൊരു വീഴ്ച ഉണ്ടാകരുത്. അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. മുസ്ലിം സമുദായത്തോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന് ഒരു വീഴ്ച ഉണ്ടാകരുത്. വീഴ്ച ഉണ്ടായി എന്ന് സംശയം പോലും വരാൻ പാടില്ല. തെറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കൂടി ആർക്കുണ്ട്? നമുക്കുണ്ട്. ആ ഒരു പോയിന്റ് വെച്ചാൽ, ഫിലോസഫി വെച്ച്, മനഃശാസ്ത്രം വെച്ച് പറയാണ്, നിങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായമേ, അല്ല ആണായാലും പെണ്ണായാലും ചെറുപ്പക്കാരായാലും, നിങ്ങളിൽ നിന്നൊരു വീഴ്ച വരരുത്. 4 പേരെ കൂടുമ്പോൾ ചതിരിക്ക് പറ്റിപ്പോയി എന്ന് പറയാനുള്ള അവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകണം പറഞ്ഞിട്ടും കോൺഗ്രസ്സുകാരൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്ന നല്ലതാണ്. മുസ്ലിം ലീഗ് പേര് മാറ്റി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുന്നത് നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത ഇതാണ്. സംഘപരിവാറിൻ്റെ ഇന്ത്യയിലെ ഇന്നത്തെ വളർച്ച വെച്ചുപോൽ അതിലൊന്നും മുസ്ലിം ലീഗോ മുസ്ലിമോ അവർക്കൊരു വിഷയമേ അല്ല. അവർക്ക് കേരളത്തിൽ ആകെ വിഷയമുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതവർ തന്ത്രപൂർവ്വം ഒതുക്കി കയ്യിലെടുത്ത് കഴിഞ്ഞു. അത് വന്ന് ട്രിവാൻഡ്രത്ത് പിണറായി സഖാവിനെ ഇരുന്ന് അത് തീർന്ന്. ഇനി ഈ സംഘപരിവാറിന് ശക്തമായ എതിർപ്പ് ഇന്ത്യയിലില്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ നമ്മൾ മണ്ടനാകും. അതുകൊണ്ട് എന്താ വേണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി മിതമായിട്ടും സത്യസന്ധമായിട്ടും സ്നേഹത്തിലും, ഗാന്ധി പറഞ്ഞ പോലെ, എന്താ ഗാന്ധി പറഞ്ഞത്? അക്രമവാസനയല്ല, അതുപോലെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.